എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഒരുപാട് സങ്കടത്തോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ നമ്മൾ തുടങ്ങുന്നത്. വയനാട്ടിലെ ഓരോ പ്രശ്നങ്ങൾ നമ്മളെല്ലാവരും കാണുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. നമുക്ക് പറ്റാവുന്ന സഹായങ്ങളൊക്കെ എല്ലാവരും ചെയ്തു കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ വീട്ടിലും വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഒരുപാട് വെള്ളം നമ്മുടെ വീട്ടിലോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്നലെ രാത്രി കിടക്കുന്നവരെ നമ്മുടെ വീട്ടിലോ റോട്ടിലോ ഒന്നും വെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇന്ന് രാവിലെ നോക്കുമ്പോൾ നമ്മുടെ വീടും റോഡും ഒക്കെ വെള്ളം വന്നിട്ട് നിറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒരു ചവിട്ടുപടി വരെ നമുക്ക് വെള്ളം കയറി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തൊഴുത്തിൻ്റെ സൈഡ് ഭാഗം ഫ്രണ്ട് ഭാഗത്തൊക്കെ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയാത്തൊരവസ്ഥ തന്നെയാണ് കേട്ടോ. ഇതേപോലെ തന്നെയാണ് കേട്ടോ നമുക്ക് 2018 ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മൾ കിടന്നുറങ്ങുന്ന വരെ വെള്ളമില്ലേ. പക്ഷെ നമ്മളൊരു 12 മണി 1 മണി ആയപ്പോൾ നമ്മുടെ കിടക്ക നനഞ്ഞത് കണ്ടിട്ടാണ് കേട്ടോ നമ്മൾ എണീറ്റ് നോക്കിയത്. അപ്പോഴാണ് നമുക്ക് വെള്ളം കയറിയതായിട്ടൊക്കെ അറിഞ്ഞത്. നമുക്ക് അറിയില്ലല്ലോ, ഇങ്ങനൊരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ 2018 അനുഭവം ഇപ്പോഴും നമുക്കൊരു പേടി സ്വപ്നം തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി നമ്മൾ ആരും ഉറങ്ങിയിട്ടില്ല, പേടിച്ചിട്ട് എപ്പോഴും വെള്ളം കയറുക എന്നൊന്നും അറിയില്ലല്ലോ. നമ്മളെക്കാട്ടും നമ്മൾക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോവാം എന്ന് വിചാരിക്കും. പക്ഷെ മിണ്ടാപ്രാണികളുടെ അവസ്ഥ അതല്ലല്ലോ. അവരിനൊക്കെ നമ്മൾ കെട്ടിയിട്ടിരിക്കുകയാണല്ലോ. അവർക്ക് എവിടേക്ക് ഓടിപ്പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല കേട്ടോ. പക്ഷെ നമ്മുടെ വീട്ടിലിതാ ഓരോ ഭാഗത്തായിട്ട് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ തന്നെയാണുള്ളത്. ഇപ്പോഴും മഴ നിൽക്കുന്നില്ല, നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം ടെൻഷൻ ഉണ്ട് കേട്ടോ. ഒരുവിധം പശുക്കളെയൊക്കെ നമ്മൾ കൊടുത്ത് അവസാനിപ്പിച്ചിട്ട് നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് നമ്മൾ ചവിട്ടിച്ച് ചെന പിടിച്ച എരുമകളാണ് കേട്ടോ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ വിൽക്കാനായിട്ട് നമുക്കൊരു മനസ്സേ വരുന്നില്ല കേട്ടോ. അത്രയും വർഷങ്ങളായിട്ട് നമ്മുടെ വീട്ടിലെ എരുമകളാണ്, അത് പശുക്കളും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ വിൽക്കാനായിട്ട് നമുക്ക് തോന്നുന്നില്ല. നമ്മുടെ വീട്ടിലിത് മതിൽ വരെ നമുക്ക് വെള്ളം വന്ന് നിൽക്കുകയാണ് കേട്ടോ. പാടത്തുനിന്ന് നമുക്ക് മതിലുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയധികം വെള്ളം നമ്മുടെ തൊഴുത്തിലേക്ക് കയറാണ്ട് കുറേശ്ശായിട്ട് ഇതാ കയറി വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് എന്താ ചെയ്യേണ്ടത് എന്നൊന്നും അറിയില്ല. കാരണം ഇവിടെ ഓടിപ്പോയിട്ട് നമുക്കൊരു സ്ഥലത്ത് കൊണ്ട് കെട്ടാനുള്ള സാഹചര്യവും ഇല്ല. കാരണം എല്ലാവർക്കും കുറേശ്ശെ സ്ഥലമേ ഉള്ളൂ ഇവിടെ. കാരണം ടൗൺ ഏരിയ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപാട് സ്ഥലമൊന്നുമില്ല. ഉള്ള സ്ഥലത്ത് എല്ലാവരും വീട് വെച്ച് താമസിക്കുന്നു അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ് കേട്ടോ. അതുകൊണ്ട് ഓടിപ്പോയിട്ട് എവിടെയും കെട്ടാനും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ എല്ലാവരും നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഇതേപോലെ വെള്ളം കൂടുതലായിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. പറ്റാവുന്നവരൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ എല്ലാവർക്കും ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പുല്ല് ഇറക്കിയിട്ട് 2 ദിവസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂല്ലോ. അപ്പോൾ അവിടെയൊക്കെ വെള്ളം വന്ന് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതേപോലെ നമ്മൾ തീറ്റയൊക്കെ ഇറക്കിയിട്ടിട്ടുണ്ടായിരുന്നു. 12 ചാക്ക് തീറ്റ നമ്മുടെ വീട്ടിൽ സ്റ്റോക്കായിരുന്നു കേട്ടോ. പക്ഷെ അതൊക്കെ നമ്മൾ രാവിലെ തന്നെ മാറ്റി. കാരണം തീറ്റ റൂമിലേക്ക് വെള്ളം കയറാനായിട്ട് ഇനി കുറച്ചും കൂടിയേ ഉള്ളൂ. അതുവരെ നമുക്ക് വെള്ളം എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു തരി വെള്ളമായാൽ പോലും നമ്മുടെ തീറ്റ പൂപ്പൽ പിടിച്ച് പോകുമല്ലോ. അതുകൊണ്ട് തന്നെ പുലർച്ചെ തന്നെ നമ്മൾ തീറ്റയൊക്കെ രാവിലെ തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ വീട്ടിലത്തെ സിറ്റുവേഷനാണ് ഇതൊക്കെയും. കാരണം നമ്മുടെ എല്ലാ സൈഡിലും വെള്ളമൊക്കെ കയറി. ഇനി കുറച്ച് ഭാഗത്തും കൂടി വെള്ളം വരാത്തുള്ളൂ. ബാക്കിയുള്ളതൊക്കെ കയറി അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇപ്പോൾ പുഴ ഏതാ പാട ഏതാ നമ്മുടെ വീട്ടിന് മുറ്റം ഏതാണെന്നൊന്നും തിരിച്ചറിയാത്ത സമയമാണ് കേട്ടോ. എന്ന് വന്നാലും നമ്മുടെ മക്കളേനൊന്നും വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. തൊഴുത്ത് വൃത്തിയാക്കി ഇടണം, അത് മസ്റ്റാണല്ലോ. അപ്പോൾ ഞാൻ എത്ര വെള്ളം കയറിയാലും അവരൊന്ന് വൃത്തിയാക്കി ഇട്ടിട്ട് തൊഴുത്തൊക്കെ ഒന്ന് അടിച്ചിടുക എന്ന് വിചാരിച്ച് വന്നാട്ടോ. രാവിലെ പറഞ്ഞ കുളിപ്പിക്കലതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നാലും എൻ്റെ ഒരു ഡ്യൂട്ടി ഞാൻ കറക്റ്റായിട്ട് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താ പറയുക, അങ്ങനെ ഇനി കറണ്ട് പോയാലോ. കാരണം വെള്ളം കയറിയിരിക്കുന്ന സാഹചര്യമാണല്ലോ. അപ്പോൾ വെള്ളം കയറിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ കറണ്ട് പോണേക്കാട്ട് മുമ്പ് ജസ്റ്റ് ഒന്ന് വന്നിട്ട് അവരുടെ തൊഴുത്തൊക്കെ ഒന്ന് അടിച്ചിട്ട് തൊഴുത്തൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ കറണ്ട് പോയാൽ നമുക്കിപ്പോൾ വെള്ളം പൈപ്പിൻ്റെ അവിടെ നിന്ന് പിടിച്ച് കൊണ്ടുവരാനും ബുദ്ധിമുട്ടാണ്. കാരണം മുറ്റത്ത് ഫുള്ള് വെള്ളമായതുകൊണ്ട് ബക്കറ്റിൽ വെള്ളം പിടിച്ചിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ വട്ടകയിലൊക്കെ ഒന്ന് ജസ്റ്റ് വെള്ളം പിടിച്ച് വെക്കാം. കറണ്ട് എങ്ങാനും പോയി കഴിഞ്ഞാൽ ഇത് എടുത്ത് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലെ തന്നെ വന്നിട്ട് വട്ടകയിലൊക്കെ ഇങ്ങനെ വെള്ളം പിടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ വെള്ളം പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ തീറ്റ ഇട്ട് കൊടുത്തിട്ട് കുറേശ്ശെ വെള്ളം എടുത്ത് ഒഴിച്ച് കൊടുക്കല്ലേ വേണ്ടല്ലോ. കറക്റ്റ് സമയത്ത് നമുക്ക് വെള്ളം കൊടുത്തല്ലേ പറ്റുള്ളൂ. കാരണം നമ്മൾ മിണ്ടാപ്രാണികൾക്ക് വെള്ളം കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ ഒരു ശാപം വേറെ തന്നെ. നമുക്ക് എന്ത് വന്നു എന്നതിലല്ലല്ലോ കാര്യം. അവർക്ക് കറക്റ്റ് സമയത്ത് എനിക്ക് എന്ത് വന്നാലും വെള്ളം കൊടുത്തേ പറ്റുള്ളൂ കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് അല്ലെങ്കിൽ ആ സമയം കഴിഞ്ഞ് ഭയങ്കര വെപ്രാളം വരും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കറക്റ്റ് സമയത്ത് അവർക്ക് വെള്ളം കൊടുക്കാനുള്ളൊരു തയ്യാറെടുപ്പിൽ ഞാൻ എന്താ ചെയ്ത് മുന്നേ തന്നെ കുറച്ച് വെള്ളം എല്ലാ വട്ടക്കയിലും ഇങ്ങനെ ഒഴിച്ച് വെക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് കറണ്ട് പോയാലും കുഴപ്പമില്ലല്ലോ. നമുക്ക് കറണ്ട് പോയാലും ഞാനൊരു വട്ടക്കയിൽ വേറെ എക്സ്ട്രാ വെള്ളം പിടിച്ച് വെച്ചിട്ട് അതിൽ നിന്ന് എടുത്ത് ഒഴിക്കാം എന്ന് വിചാരിച്ചിട്ട് എല്ലാ വട്ടകയിലും കുറേശ്ശെ വെള്ളം പിടിച്ച് വെച്ചതാണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് സമയത്ത് അവർക്ക് വെള്ളം കൊടുക്കാമല്ലോ. കാരണം ഇനിയിപ്പോൾ കറണ്ട് പോയാൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവരുടെ കാര്യമാണല്ലോ. അപ്പോൾ എല്ലാവരും